ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡാറ്റാബേസിലുള്ള ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആയിരുന്നു. നമ്മളതിൻ്റെ രണ്ട് കാറ്റഗറീസും പറഞ്ഞു. ദാറ്റ് ഈസ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് DBMS ലാംഗ്വേജസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഡാറ്റാബേസ് ലാംഗ്വേജസ് ആണ് നമ്മളിന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇത്രയും ക്ലാസ്സിലൊക്കെ പറഞ്ഞു ഡാറ്റാബേസ് എന്താന്ന് പറഞ്ഞു, അതുപോലെ ഇത് ഉപയോഗിക്കുന്ന ആക്ടേഴ്സിനെയും വർക്കേഴ്സിനെയും നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഡാറ്റാബേസ് റിലേറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ ഈ ഡാറ്റാബേസുമായിട്ട് നമ്മളിരിക്കുന്ന യൂസർ, അത് പ്രോഗ്രാമർ ആവട്ടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവട്ടെ ആരായിക്കോട്ടെ, നമ്മൾ ഈ ഡാറ്റാബേസുമായിട്ട് വെറുതെ അങ്ങ് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റൂല അല്ലേ. നമ്മൾ പറയുന്നു അവിടെ ഡാറ്റ കൊണ്ടുപോയി വെക്കണു, നമ്മൾ അവിടുന്ന് ഡാറ്റ എടുക്കണു, അവിടെ നമ്മൾ ടേബിൾ സ്ട്രക്ചറിന് മാറ്റം വരുത്തുന്നു, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. പക്ഷേ നമ്മൾ അപ്പോഴും നമ്മളൊരു യൂസറാണ്, നമ്മൾ കമ്പ്യൂട്ടറിന് പുറത്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്പേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്? നമുക്കറിയാം കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് എന്ത് ഇൻട്രാക്ഷനും നമ്മൾ ചെയ്യുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ലാംഗ്വേജസ് വഴിയാണല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഡാറ്റാബേസുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡാറ്റാബേസ് ലാംഗ്വേജസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ലാംഗ്വേജസിന് കോമൺ ആയിട്ട് നമ്മൾ SQL എന്ന് പറയും. ദാറ്റ് ഈസ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ് പറയുക. ക്വറി ലാംഗ്വേജ് എന്നാണ് മെയിനായിട്ട് ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ട് ഉള്ള ലാംഗ്വേജസിനെ നമ്മൾ ക്വറി ലാംഗ്വേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കാരണം അതൊരു ബാക്ക് എൻഡ് ആണ്, ഒരു ഫ്രണ്ട് എൻഡ് അല്ല. നമ്മളിപ്പോൾ ജാവ അല്ലെങ്കിൽ C# എന്നൊക്കെ പറയുമ്പോൾ അത് ഫ്രണ്ട് എൻഡ് ആണ്, നമ്മൾ കാണുന്നുണ്ടല്ലേ. ആ ഭാഗം നമ്മൾ വിസിബിൾ ആയിട്ട് കാണുന്നതാണ്. പക്ഷേ ഈ ഭാഗം നമ്മൾ ആരും കാണുന്നില്ല. പക്ഷെ അതിൻ്റെ ഓപ്പറേഷൻ്റെ എഫക്റ്റ് നമ്മൾ അറിയുന്നേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഡാറ്റാബേസ് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, എക്സ്റ്റേണൽ യൂസർ അങ്ങനെ കാണുന്നില്ല, ഡാറ്റാബേസ് ഡിസൈനർ മാത്രമേ കാണുന്നുള്ളൂ. സോ അതുകൊണ്ട് ഈ ഡാറ്റാബേസിൽ നമ്മൾ പൊതുവേ ബാക്ക് എൻഡ് എന്നുള്ളൊരു ടേമും കൂടെ ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ബാക്ക് എൻഡ് ലാംഗ്വേജസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡാറ്റാബേസ് ലാംഗ്വേജസിനെ നമ്മൾ ബാക്ക് എൻഡ് ലാംഗ്വേജസ് എന്ന് പറയാം. നമ്മൾ മറ്റേ ലാംഗ്വേജിന് നമുക്ക് ഫ്രണ്ട് എൻഡ് ലാംഗ്വേജസ് എന്ന് പറയാം. ജാവ C# ഒക്കെ ഫ്രണ്ട് എൻഡ് ലാംഗ്വേജസിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ ഈ ബാക്ക് എൻഡ് ലാംഗ്വേജിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഡാറ്റാബേസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ബാക്ക് എൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ഒരു ഡാറ്റാബേസുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന് നമ്മൾ ക്വറി ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, SQL എന്ന് പറയും. ഈ ഒരു SQL ആണ് നമുക്ക് 3, 4 മൊഡ്യൂളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. എങ്ങനെയാണ് SQL ക്വറി എഴുതുക, എന്തൊക്കെയാണ് അതിൻ്റെ സിൻടാക്സ്, സെമാൻറ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 3, 4 മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജ് കാറ്റഗറീസ് ഏതൊക്കെയാണ്, അതിൽ വരുന്ന കമൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കാറ്റഗറീസ് മാത്രമേ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 4 ടൈപ്പ് ഓഫ് DBMS ലാംഗ്വേജസ് ആണുള്ളത്. DDL, DCL, DML ആൻഡ് TCL. ഇതാണ് 4 കാറ്റഗറീസ്. ഈ 4 കാറ്റഗറീസിനെയും കളക്ട് ചെയ്ത് നമ്മൾ ഒന്നെന്ന് പറയും. ദാറ്റ് ഈസ് SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസിൽ വരുന്നതാണ് ഈ DDL, DCL, DML ആൻഡ് TCL. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും എന്താ നോക്കാം. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. അതാണ് ഈ 4ൻ്റെയും എന്താ പറയുക ഫുൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. നമുക്കിനി ഓരോന്നും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഓരോന്നിൻ്റെയും അണ്ടറിൽ ഏതൊക്കെ കോഡുകൾ, ഏതൊക്കെ കമൻസ് ആണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ആദ്യം പറയാനായിട്ട് പോകുന്നത് DDL ആണ്. ദാറ്റ് ഈസ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഡാറ്റാബേസിൽ ടേബിൾസ് ഉണ്ടല്ലേ, ഇല്ലേ? അപ്പോൾ ഒരു സ്ട്രക്ചർ ഒരു പെർട്ടിക്കുലർ സ്കെൽട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഒരിക്കലും ആ സ്കെൽട്ടൻ്റെ, ഇപ്പോൾ സ്കെൽട്ടൺ ടേബിൾ ആണെന്ന് വിചാരിക്കുക, ടേബിൾ ആണെങ്കിൽ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി, ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ഉണ്ടാക്കി സ്ട്രക്ചറിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി, ആ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഒരിക്കലും അതിന് ഉള്ളിലുള്ള ഡാറ്റാസ് അല്ല. ഓക്കെ, നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്കെൽട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ആക്ച്വലി ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്നാണ്. അത് ടേബിൾസ് ആവാം, സ്കീമാസ് ആവാം, ഇൻഡെക്സസ് ആവാം, കോളം ആവാം, എന്തും ആവാം. അപ്പോൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. ഇനി ഏതൊക്കെയാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ വരുന്ന കമൻസ്, ഏതൊക്കെയാണ് ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കമൻസ് എന്നാണ് നമ്മൾ പറയാൻ പോണത്. ഒന്നാമത്തേതാണ് ക്രിയേറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡാറ്റാബേസിന് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടേബിൾസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് എന്ന് പറയുന്ന കമൻറ്റ് ഉപയോഗിക്കുന്നത്. DDL വരുന്ന ആദ്യത്തെ കമൻ്റ് ആണ് ക്രിയേറ്റ്. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 3ാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഈ കമൻസ് ഏതിൻ്റെ അണ്ടറിലാണെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. രണ്ടാമത്തേതാണ് ഓൾട്ടർ.
ഫോർ എക്സാമ്പിൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ടേബിൾ ആ സിൻടാക്സ് ഒക്കെ നിങ്ങൾ തേർഡിൽ പഠിക്കും കേട്ടോ. ജസ്റ്റ് സിൻടാക്സ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോവാം. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, എന്നിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് വേണ്ട കോളം നെയിംസ് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. സ്റ്റുഡന്റ് എന്നാണ് ടേബിളിന്റെ പേര്. 4 ഫീൽഡ് ഉണ്ട്. സ്റ്റുഡന്റിന്റെ ID, നെയിം, അഡ്രസ്സ്, അതേപോലെ തന്നെ ക്ലാസ്, ഇത്രയാണുള്ളതെന്ന് വിചാരിക്കുക. ഇനി ഓൾട്ടർ എന്ന് പറയുന്ന കമന്റ് യൂസ് ചെയ്യുന്നത് ഈ ഉണ്ടാക്കിയിട്ടുള്ള ടേബിളിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുക. അതായത് ഒരു ടേബിൾ എക്സ്ട്രാ, ഒരു കോളം എക്സ്ട്രാ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു കോളത്തിന് ഞാൻ ഡിലീറ്റ് ചെയ്യുക. മനസ്സിലായില്ല? അതായത് ഓൾറെഡി ഉണ്ടാക്കിയ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് ഓൾട്ടർ എന്ന് പറയുന്ന കമന്റ് ഉപയോഗിക്കുന്നത്. ക്രിയേറ്റ് ഉപയോഗിക്കുന്നത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ, ഓൾട്ടർ ഉപയോഗിക്കുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടേബിളിലോട്ട് എന്തെങ്കിലും പുതിയ കോളം ആഡ് ചെയ്യാനോ ആഡ് ചെയ്ത കോളം ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഓൾട്ടർ എന്ന് പറയുന്ന കമന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡ്രോപ്പ് ആണ്. ഡ്രോപ്പ് എന്ന് പറയുന്ന കമന്റ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കിയ ടേബിൾ, ഞാനിപ്പോൾ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ഡാറ്റാബേസിൽ നിന്നും എന്നേക്കുമായി പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോപ്പ് എന്ന് പറയുന്ന കമന്റ് ഉപയോഗിക്കുന്നത്. ഒക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ അത് പഠിച്ച് വൈഡ് ആക്കുന്നില്ല. അവിടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. വിത്ത് എക്സാമ്പിൾ ഒക്കെ നമുക്കത് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രോപ്പ് എന്ന് പറയുന്ന കമന്റ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ടേബിളിനെ പെർമനന്റ് ആയിട്ട് ഡാറ്റാബേസിൽ നിന്നും എന്നേക്കുമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനാണ് ഡ്രോപ്പ് കമന്റ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ട്രൻകേറ്റ് എന്ന് പറയുന്ന കമന്റ് ആണ്. ട്രൻകേറ്റ് എന്ന് പറയുന്ന കമന്റ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ടേബിളിൽ നിന്നും ഒരു പെർട്ടിക്കുലർ റെക്കോർഡ് നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ റോയോ മറ്റോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ട്രൻകേറ്റ് എന്ന് പറയുന്ന കമന്റ്. അടുത്തത് റീനെയിം ആണ്. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ ടേബിളിന്റെ പേര് ഇപ്പോൾ സ്റ്റുഡന്റ് എന്നാന്ന് വിചാരിക്കുക. അതെനിക്ക് മാറ്റി എന്താ പറയാ വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ ഒരു കമന്റ് ഉപയോഗിക്കുന്നത്. അടുത്തത് കമന്റ് എന്ന് പറയുന്ന ഒരു കമന്റ് ആണ്. വിച്ച് മീൻസ് നമ്മൾ സാധാരണ കോഡുകൾ നമുക്കിപ്പോൾ ഒരു സെക്ഷൻ വേണ്ടാന്ന് വിചാരിക്കുക, അതൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പോർഷൻ നമുക്ക് ഡാറ്റാബേസിൽ ഇത് വേണ്ട, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോർഷനെ ഡിസേബിൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമന്റ് എന്ന് പറയുന്ന ഈ ഒരു കമന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കമന്റ്സ് ആണ് നമ്മൾ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിന്റെ അണ്ടറിൽ വരുന്നത്. ക്രിയേറ്റ് ചെയ്യാൻ, ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതിനെ ഓൾട്ടറേഷൻ ചെയ്യാൻ, പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ഡ്രോപ്പ് ചെയ്ത് കളയാൻ, ട്രൻകാറ്റ് ചെയ്യാൻ മീൻസ് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം നമുക്ക് റെക്കോർഡ് മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ, ദെൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടേബിളിനെ റീനെയിം ചെയ്യാൻ, അതേപോലെ തന്നെ വേണ്ടാത്ത പോർഷനെ ഡിസേബിൾ ചെയ്യാൻ. ഇത്രയാണ് നമ്മൾ DDL യൂസ് ചെയ്യുന്ന കമന്റ്സ്. അടുത്തത് DML ആണ്, ദാറ്റ് ഈസ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളൊരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് DDL യൂസ് ചെയ്യുന്നതെങ്കിൽ, DML യൂസ് ചെയ്യുന്നത് ആ സ്ട്രക്ചറിന്റെ ഉള്ളിലുള്ള ഡാറ്റാസ് ഉണ്ടല്ലോ, ആ ഡാറ്റാസിന് എന്തെങ്കിലും ചേഞ്ചസ്, ഡാറ്റ ഇൻ ചെയ്യാനോ ഇൻ ചെയ്ത ഡാറ്റ ഡിലീറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, DML എന്ന് പറയുന്ന ലാംഗ്വേജിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. DMLലും ഒരുപാട് കോഡുകളുണ്ട്. അതിലൊന്നാണ് സെലക്ട് എന്ന് പറയുന്ന കോഡ്. സെലക്ട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് ഡാറ്റാസ് ഒക്കെ കൊടുത്തു, എനിക്ക് ഇത് കാണുന്നു വിചാരിക്കുക, ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കേണ്ട കമന്റ് ആണ് സെലക്ട്. നമ്മൾ സാധാരണ സിയിൽ നമ്മൾ പ്രിന്റ് എഫ് ഉപയോഗിക്കുന്നില്ലേ, എന്തിനാണത്, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ. സോ അതേപോലെ തന്നെ ഡാറ്റാബേസിൽ നിന്നുമുള്ള ഡാറ്റാസിനെ റിട്രീവ് ചെയ്തുകൊണ്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമന്റ് ആണ് സെലക്ട് എന്ന് പറയുന്ന കമന്റ്. അതുള്ളത് DMLന്റെ അണ്ടറിലാണ്. രണ്ടാമത്തത് ഇൻസേർട്ട്. ആ പേര് പോലെ തന്നെ ടേബിൾ വെറുതെ ഉണ്ടാക്കിയിട്ടാൽ പോരല്ലോ, നമ്മൾ ടേബിളിലോട്ട് വാല്യൂസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമന്റ് ആണ് ഇൻസേർട്ട്. ഇൻസേർട്ട് എന്ന് പറയുന്ന കമന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടേബിളിലോട്ട് ഡാറ്റ വാല്യൂസിനെ ഇൻ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് അപ്ഡേറ്റ്. ഞാൻ ഓൾറെഡി കൊടുത്ത വാല്യൂസിൽ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്ന് വിചാരിക്കുക. അതായത് ഞാനിപ്പോൾ ഈ ഒരു വർഷം ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഒന്നാണ്, അടുത്ത വർഷം ഞാനിപ്പോൾ 2021 2021 ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ മൊബൈൽ നമ്പർ മാറ്റുകയെന്ന് വിചാരിക്കുക. സോ സെയിം ടൈം എനിക്ക് അവിടെ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം ഡാറ്റാബേസിൽ അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇൻ ചെയ്ത വാല്യൂസിൽ എന്തെങ്കിലും ചേഞ്ചസ് പിന്നീട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കമന്റ് ആണ് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമന്റ്. അടുത്തത് ഡിലീറ്റ് ആണ്. ഒരു പെർട്ടിക്കുലർ എന്താ പറയുക റോയിലുള്ള വാല്യൂസ് മുഴുവൻ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റോയിലുള്ള ഒരു പെർട്ടിക്കുലർ വാല്യൂ മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൻകാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്നും ഒരു റോ കളയാൻ വേണ്ടിയിട്ടാണ്, ഡാറ്റാസ് അല്ല പോകുന്നത്. ഇവിടെ എന്താണ് പോകുന്നത്, ആ റോയിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസ് ആണ് പോകുന്നത്. രണ്ടും വ്യത്യാസം ഉണ്ട് കേട്ടോ. അവിടെ സ്ട്രക്ചറിലാണ് മാറ്റം വരിക, ഇവിടെ ഡാറ്റാസിലാണ് മാറ്റം വരിക. ഓക്കെ, അതിനാണ് ഡിലീറ്റ് കമന്റ് യൂസ് ചെയ്യുന്നത്. ഈ 4 കമന്റ്സ് ആണ് DMLന്റെ അണ്ടറിലുള്ളത്. ഒന്ന് സെലക്ട് ചെയ്യാൻ, രണ്ടാമത്തത് വാല്യൂസ് ഇൻ ചെയ്ത് കൊടുക്കാൻ, ഓൾറെഡി ഇൻ ചെയ്ത വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യാൻ, ദെൻ വാല്യൂസിനെ ഡിലീറ്റ് ചെയ്യാൻ. ഓക്കെ.
അടുത്തതാണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഈ മെയിൻ ആയിട്ട് ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് DB ആണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. അതായത് മെയിൻ ആയിട്ട് നമ്മുടെ എന്താ പറയാ ഡാറ്റാബേസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാൾക്കാണ് ആക്ച്വലി ഈ ഒരു ലാംഗ്വേജ് കൊണ്ട് ഉപകാരമുള്ളൂ. അല്ലാതെ നോർമലി ഉള്ള ആളുകൾക്കൊന്നും ഇത് യൂസ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ആര് ഉപയോഗിക്കണം ആര് ഉപയോഗിക്കണ്ട, ആ ഡാറ്റാസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. അപ്പൊ അതാരായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക? DB ആയിരിക്കും ഡാറ്റ കൺട്രോൾ ലാംഗ്വേജിലുള്ള കമന്റ്സ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. നോർമൽ ഡാറ്റാബേസ് യൂസേഴ്സ് ഒന്നും മെയിൻ ആയിട്ട് ഈ ഒരു DCL ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കമന്റ്സ് ആണ്, ഒന്ന് ഗ്രാൻറ്റും ഒന്ന് റീവോക്കും. അതായത് ഞാനിപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, ഞാൻ DB ആണെന്ന് വിചാരിക്കാം. ആ ഒരു ഡാറ്റാബേസിൽ ഒരു 10 ടേബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിലൊരു 2 ടേബിൾസ് നിങ്ങൾ എല്ലാവരും കണ്ടാൽ മതി, ബാക്കി മുഴുവൻ എനിക്കാണ് അത് ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ എങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ബാക്കി 2 ടേബിൾസിനെ മാത്രം ഞാൻ എന്ത് ചെയ്യണു, നിങ്ങൾക്ക് കാണുന്നത് പോലെ ആക്കണു, ബാക്കിയുള്ളത് ഞാൻ തന്നെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഗ്രാൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമന്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യാം. ഞാൻ ഗ്രാൻറ്റ് ചെയ്തിട്ട് ഗ്രാൻറ്റ് ടു യൂസർ 1 എന്ന് പറയുന്നത് യൂസർ 1ന് എന്ത് ചെയ്യും, ഞാൻ ഉണ്ടാക്കിയ ടേബിൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രാൻറ്റ് ടു യൂസർ 2 എന്ന് പറഞ്ഞാൽ യൂസർ 2നും ആ 10 ടേബിൾസ് കാണാൻ പറ്റും. ഓക്കെ, അതല്ല ബാക്കി ഇനിയിപ്പോൾ വേറൊരു യൂസർ 3 ഉണ്ട്, യൂസർ 3ക്ക് ഇത് കാണണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അവർക്കത് ഞാൻ എന്ത് ചെയ്യില്ല, ഗ്രാൻഡ് ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ ആർക്കൊക്കെ ഗ്രാൻഡ് ചെയ്ത് കൊടുത്തോ അവർക്ക് മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ആക്സസിബിലിറ്റി നമ്മൾ കൊടുക്കൂലേ, ഒരാൾക്കൊരു ഇത് ഉപയോഗിക്കാമെന്നുള്ള ആക്സസിബിലിറ്റി നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ ഗ്രാൻഡ് എന്ന് പറയുന്ന ഈ ഒരു കമന്റ് യൂസ് ചെയ്യുന്നത്. അടുത്തത് റീവോക്ക് ആണ്. ഞാനൊരു ആക്സസിബിലിറ്റി യൂസർ 1ന് കൊടുത്തു, അയാൾ എന്ത് ചെയ്യുന്നില്ല, ഇതിൽ മിസ്റ്റേക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അയാളെ ആ ഒരു ആക്സസിബിലിറ്റി എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതില്ല, പകരം ഞാൻ റീവോക്ക് ആണ് യൂസ് ചെയ്യുക. വിച്ച് മീൻസ് ഞാൻ കൊടുത്ത പ്രിവിലേജ് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീവോക്ക് കമന്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ റീവോക്ക് യൂസർ 1 കൊടുത്താൽ യൂസർ 1ന് ആ ആക്സസിബിലിറ്റി അവിടെ നഷ്ടപ്പെട്ടു, ഞാനത് ക്യാൻസൽ ചെയ്തു. ആ ഒരു ആക്സസിബിലിറ്റി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീവോക്ക് എന്ന് പറയുന്ന കമന്റ് യൂസ് ചെയ്യുന്നത്. ഇത് കൺട്രോൾ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് DBA പോലുള്ള ആളുകളായിരിക്കും ഈ ഒരു ലാംഗ്വേജ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾക്ക് ഒരു യൂസർക്കോ അല്ലെങ്കിൽ ഡിസൈനേഴ്സിനോ ഗ്രാൻഡ് ചെയ്യുക, അതായത് പെർമിഷൻ ഞാൻ എന്ത് ചെയ്യുക, ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഗ്രാൻഡ് യൂസ് ചെയ്യണു. രണ്ടാമത്തത് ആ കൊടുത്ത ആ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, ആക്സസിബിലിറ്റി ഉണ്ടല്ലോ, അതൊക്കെ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ റീവോക്ക് എന്ന് പറയുന്ന കമന്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ കൊറിയ ലാംഗ്വേജിൽ ഈ ഗ്രാൻഡും റീവോക്കും ഒക്കെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തു എന്നാണ് അർത്ഥം. റീവോക്ക് ചെയ്താൽ ആ പെർട്ടിക്കുലർ റീവോക്ക് കഴിഞ്ഞിട്ട് ആരുടെ പേരാണോ ഉള്ളത് ആ യൂസർക്ക് ആ പെർമിഷൻ അവിടെ ക്യാൻസൽ ആയി പോയി എന്നാണ് അർത്ഥം. അപ്പൊ ഈ 2 കമന്റ്സ് ആണ് DCLന്റെ അണ്ടറിൽ വരുന്നത്. അടുത്തത് TCL ആണ്, ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. ഓക്കെ, ഈ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു പൈസ കൊണ്ടിട്ടു എന്ന് പറഞ്ഞാൽ അതൊരു ട്രാൻസാക്ഷൻ ആണ്. പൈസ എടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു ട്രാൻസാക്ഷൻ ആണ്. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചു, ഞാൻ കാർഡ് വഴി സ്വൈപ്പ് ചെയ്തിട്ടാണ് പേയ്മെന്റ് ചെയ്തെങ്കിൽ അതൊരു ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനും നോർമലി ട്രാൻസാക്ഷൻസ് എന്നാണ് പറയുക. മെയിൻ ആയിട്ട് നമ്മൾ ബാങ്ക് റിലേറ്റഡ് ആകുമ്പോഴാണ് കുറച്ചും കൂടെ ആ ടേം കൺവീനിയന്റ് ആവുക. ഓക്കെ, ഇപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു, ഒരു ട്രാൻസാക്ഷൻ, ഞാൻ ക്യാഷ് എടുത്തു, അടുത്ത ട്രാൻസാക്ഷൻ, അടുത്തത് ഞാൻ ബാലൻസ് ചെക്ക് ചെയ്തു, തേർഡ് ട്രാൻസാക്ഷൻ. അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻ ആക്ച്വലി നമ്മുടെ ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻ ഒരു ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാബേസിൽ നടക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമന്റ്സ് ആണ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജിൽ വരുന്ന 2 കമന്റ്സ് ആണ്, ഒന്ന് കമ്മിറ്റും ഒന്ന് റോൾ ബാക്കും. ഈ കമ്മിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സേവ് എന്ന് പറയുന്നതില്ലേ, ഫയൽ സേവ് എന്തിനാണ് യൂസ് ചെയ്യുക, നമ്മൾ ചെയ്ത അത്രയും വർക്ക് പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവ് എന്ന് പറയുന്ന യൂസ് ചെയ്യുന്നത്. അതേ മീനിങ് ആണ് ഇവിടെ കമ്മിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്ത അത്രയും ആക്ടിവിറ്റി എന്ത് ചെയ്യുക, സേവ് ചെയ്യുക, കമ്മിറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ഇങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ആവാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ATM പൈസ ഞാൻ കാർഡ് ഇൻസേർട്ട് ചെയ്തു, പിൻ നമ്പർ ഇൻസേർട്ട് ചെയ്തു, ഞാനൊരു 5000 വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഞാൻ 5000 എമൗണ്ട് കൊടുത്തു, ക്യാഷ് ഇങ്ങനെ റെഡി ആയി കൊടുക്കുകയാണ്. പക്ഷെ എനിക്ക് എന്ത് ചെയ്തില്ല, ക്യാഷ് എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, എനിക്ക് ATM മെഷീനിൽ നിന്ന് കിട്ടിയില്ല, പക്ഷെ എൻ്റെ നിന്ന് ഡെബിറ്റ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട്, എനിക്ക് പൈസ കിട്ടിയിട്ടുമില്ല. സോ അങ്ങനെയുള്ള കേസിൽ അതൊരു ട്രാൻസാക്ഷൻ ആണ് ആക്ച്വലി. അപ്പോൾ ആ ട്രാൻസാക്ഷൻ ഇതിന് ഡെബിറ്റ് ആയി പോയി എന്നുള്ളത് ഒരു റെക്കോർഡിക്കലി ചെയ്യും, പക്ഷെ നമുക്ക് പൈസ കളക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഇത്തരത്തിലുള്ള ഫെയിലേഴ്സ്, ഇതൊരു ഫെയിലിയർ ആണല്ലോ, ATM മെഷീൻ്റെ ഫെയിലിയർ ആണ്. ആ ഫെയിലേഴ്സ് എന്ന് പറയുമ്പോൾ തൊട്ട് മുന്നുള്ളത് വരെ സേവ് ചെയ്യാൻ അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിൽ കമ്മിറ്റ് അവർ യൂസ് ചെയ്യും. കാരണം ക്യാഷ് ഞാൻ എടുത്തിട്ടില്ല, ക്യാഷ് എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ഫെയിലിയർ മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ ട്രാൻസാക്ഷൻ വരെ ആയിരിക്കും അത് കമ്മിറ്റ് കൊടുക്കുക, ബാക്കിയുള്ളത് അവർ കൺസിഡർ ചെയ്യൂല.
ഓക്കെ, അപ്പോൾ അവിടെയൊക്കെയാണ് കമ്മിറ്റിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ്. നമ്മൾ സാധാരണ നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോഴും നിങ്ങൾ അത്രയും ചെയ്ത ആക്ടിവിറ്റി നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മിറ്റ് യൂസ് ചെയ്യും കേട്ടോ. സേവ് എന്നുള്ള പറയുന്ന മീനിങ് ആണ് അതിലുള്ളത്. റോൾ ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അൺഡു ചെയ്യൂലേ, അൺഡു എന്താ ചെയ്യുക, നമ്മൾ മുന്നുള്ളത് നമ്മൾ ചെയ്തു വീണ്ടും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് പഴയ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അൺഡു ചെയ്യാറില്ലേ സാധാരണ. കൺട്രോൾ Z കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യാറില്ലേ, അത് തന്നെയാണ് ഇവിടെ റോൾ ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്തു, ഞാനിപ്പോൾ കുറച്ച് കോഡ് ചെയ്തു then ഞാൻ ഡിലീറ്റ് ചെയ്തു, പക്ഷെ എനിക്കത് വീണ്ടും വേണം എന്ന് വിചാരിക്കാം. then ഞാൻ എന്ത് ചെയ്താൽ മതി, റോൾ ബാക്ക് കമന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പോർഷനുള്ള കോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസ്റ്റോർ ചെയ്ത് കിട്ടും. അതിനാണ് റോൾ ബാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് 4 മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജ് കാറ്റഗറീസ് എന്ന് പറയുന്നത്. 4ഉം കൂടെ കൂടിയിട്ടുള്ളതിനെ നമ്മൾ DBMS ലാംഗ്വേജ്, അതിനൊന്നും കൂടെ നമ്മൾ പറയുന്ന പേരാണ് SQL, ദാറ്റ് ഈസ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡാറ്റ ഡെഫിനീഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഡാറ്റേനെ, അതായത് ടേബിളിനെയോ ഡാറ്റാബേസിനെയോ നമ്മളൊരു എന്താ പറയുക ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ. രണ്ടാമത് യൂസ് ചെയ്യുന്ന DML യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലോട്ട് വാല്യൂസിനെ കൊടുക്കാനും കൊടുത്ത വാല്യൂസിനെ ഡിലീറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തത് നമ്മൾ കൊടുത്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്ത ടേബിളിനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടോ മറ്റോ നമ്മുടെ ഡാറ്റാസിനെ സേവ് ചെയ്യാനും അൺഡു ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമൻസ് ആണ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജിലുള്ള റോൾ ബാക്ക് ആൻഡ് കമ്മിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ DBMSലുള്ള DBMS ലാംഗ്വേജസ്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിൻടാക്സും യൂസേജും വിത്ത് എക്സാമ്പിൾ നമുക്ക് 3-4 മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അത് തന്നെയാണ് നിങ്ങൾക്ക് ലാബിലും നിങ്ങൾ റെക്കോർഡിൽ എഴുതേണ്ടതായിട്ടും ലാബ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ നന്നായി കണ്ടിട്ട് ലെക്ചർ നോട്ടൊക്കെ എഴുതാം. ഓക്കെ, താങ്ക് യു.